നീ എന്തോടക്കും അടി അവിടെ? നേരെ ഉച്ചയായി. ഈ പാത്രം ഒന്ന് തേച്ചു മഴക്കി വെക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? അതിന് എന്റെ കയ്യിൽ തന്നെ വരണം, അല്ലയോ? അമ്മച്ചി അവിടെ വെച്ചേക്കൂ, ഞാൻ കഴുകി വെച്ചോളാം. വേണ്ട, അങ്ങനെ നീ ഇപ്പൊ എന്നെ സഹായിക്കണ്ട. ഞാൻ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു അമ്മച്ചി, ചോറും കറിയും വെക്കുകയായിരുന്നു. പിന്നെ വലിയ മലമറിക്കുന്ന ജോലിയല്ലായിരുന്നു. എന്റെ കണ്ണടയുമ്പോ കാണാം നിന്റെ ജീവിതം. എന്തിനാടി ഇരുന്ന് കരയുന്നേ? അമ്മച്ചി എന്നെ വഴക്ക് പറഞ്ഞില്ലേ? അയ്യ, അതിന് അമ്മ കുത്തിയിരുന്ന് മോങ്ങുന്നേ. നിന്നെ പെറ്റു വളർത്തി ഇത്ര ആളാക്കാം, ഒന്ന് വഴക്ക് പറഞ്ഞൂടല്ലേ? കരയാതിരി. അമ്മച്ചിക്ക് വഴക്ക് പറയാനും സ്നേഹിക്കാനും നീ അല്ലാതെ വേറെ ആരാ മോളെ ഉള്ളത്? എന്റെ മോളെ അമ്മച്ചിനി ഒന്നും പറയത്തില്ല കേട്ടോ. ആ മോളെ, അമ്മച്ചി ചന്ത വരെ ഒന്ന് പോയിട്ട് വരാം. വന്നിട്ട് അമ്മച്ചിക്കും മൂക്കും കൂടെ ചോറുണ്ണ. ഇപ്പൊ വരാം. ഇവിടെ ആരുമില്ലേ? കള്ളില്ല, ഞങ്ങളെ ഉച്ച കഴിഞ്ഞ് ഷാപ്പ് തുറക്കൂ. ഞാൻ കുടിക്കാനല്ല വന്നത്, എനിക്ക് അല്പ കറി വേണം. ഷാപ്പിലേക്കുള്ള കറി ഇതുവരെ ശരിയായിട്ടില്ല. എനിക്ക് ഊണ് കഴിക്കാനായിരുന്നു. എങ്കിൽ ഞങ്ങൾ ഉണ്ണാനുണ്ടാക്കിയ കറിയുണ്ട്, അത് തരട്ടെ? ഏതായാലും മതി, കറി വേണമെന്നേ ഉള്ളൂ. തരാം. ഇതാ, വില എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ. വില വേണ്ട, ഞങ്ങൾ ഊണിനുണ്ടാക്കിയതാണ്. എന്നാലും പൈസ വേണ്ട, കൊണ്ടുപോയി ഊണ് കഴിച്ചോളൂ. മറിയാമ്മച്ചെടുത്തി എന്താ രാഘവ ഇന്ന് ഇങ്ങനെ? എന്നും ഞാൻ എങ്ങനെയായിരിക്കും? നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ ചോറ് നിന്ന് നിങ്ങളുടെ കൂടെ കഴിയാനായിരിക്കും എന്റെ വിധി, അല്ലേ? പിന്നെ അല്ലേ. ഞാൻ നുണ പറഞ്ഞ് ഈ കടപ്പുറത്തൊരു ചട്ടമ്പി ഉണ്ടാക്കി. അയാളെ കൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞത്. അപ്പൊ നിന്റെ ചട്ടമ്പി ഇപ്പൊ ഫാസ്റ്റ് മാസ്റ്റർ ബുക്ക് ചെയ്ത് എങ്ങും പോയി ഇടിക്കാറില്ലേ? അയ്യോ മറിയച്ചെടുത്തി, ഇപ്പൊ എല്ലാവരും ഫാസ്റ്റ് പാസഞ്ചർ ബുക്ക് ചെയ്ത് ചട്ടമ്പി ഇങ്ങോട്ട് വന്നാണ് ഇടിക്കുന്നത്. അതല്ലേ ഞാൻ എക്സ്പ്രസിന്റെ വേഗത്തിൽ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. പിന്നെ മറിയച്ചെടുത്തി, എനിക്കിവിടെ എന്തെങ്കിലും ജോലി തരണം, ഇല്ലെങ്കിൽ ഞാൻ തല്ലുകൊണ്ട് പഞ്ചമായി പോവും. നിന്റെ ഈ ഊച്ചാളിത്തരമൊക്കെ കളഞ്ഞ് ഇവിടുത്തെ കച്ചവടമൊക്കെ നോക്കി മര്യാദക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ ഇവിടെ നിർത്താം. നിൽക്കാം, ഇവിടെ തന്നെ നിൽക്കാം. ഓ, എടുത്തോളൂ. നിനക്ക് വില പറയാൻ ഞാനാണല്ലേ. വില പറഞ്ഞ് നിന്നെ തരം താഴ്ത്തുന്നുമില്ല. അതുകൊണ്ടാണ് പേഴ്സ് അങ്ങനെ എടുത്തോളാൻ പറഞ്ഞത്. ഇത് കൊണ്ടുപോയി തന്റെ മറ്റു വല്ലവർക്കും കൊടുക്ക. അങ്ങനെ വല്ലവർക്കും കൊടുക്കാനാണെങ്കിൽ ഇത് ഇന്ന് 10ഓ 30ഓ കൊടുത്തെന്ന് വരും. നീ ആയതുകൊണ്ടല്ലേ ഇത് മുഴുവനും എടുത്തോളാൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ സ്വൈര്യം കെടുത്തരുത്. എടേ, നിന്റെ പ്രായത്തിൽ 10 രൂപ നോട്ടെടുത്ത് കാണിച്ചാൽ നിന്റെ അമ്മ അവന്റെ പിറകെ പോകുമെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അമ്മയ്ക്ക് പറയുന്നവർ സ്വന്തം അമ്മയെ കുറിച്ച് പറയുന്നതും കേൾക്കാൻ തയ്യാറാവണം. എടേ, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? പോരാ പട്ടി. മുതലാളി വിഷമിക്കാതിരിക്കെ ഏത് കാര്യത്തിന്റെ പരിഹാരം ഉണ്ടല്ലോ, അത് ഇതിനും ഉണ്ടാകും. എന്ത് ധിക്കാരമാണ് അവർക്ക്? അവളുടെ കാര്യത്തിൽ എനിക്ക് വാശിയാണ്. ആണോ? എന്നാ മുതലാളിയുടെ വാശി നടക്കും, ഞാനത് നടത്തും. ഒരു ദിവസം ഒരിക്കൽ മാത്രം എനിക്ക് അവളെ കിട്ടിയാൽ മതി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കും.
മുതലാളി ലിസിയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഏറ്റ്. എനിക്ക് അവളെ പൊക്കിയെടുത്തോണ്ട് തരാനൊന്നും പറ്റത്തില്ല. മുതലാളിക്ക് അവളെ വേണമെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. മോളെ, നീ ഇന്ന് കുറച്ച് ചോറല്ലേ ഉണ്ടുള്ളൂ. അമ്മച്ചി പഴം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, 2 എടുത്ത് തിന്നു. എനിക്ക് വിശപ്പില്ല അമ്മച്ചി. മറിയേ, മറിയേ. ആരാ അത്? ഷാപ്പടച്ചു. ഇന്നലെ കച്ചവടമൊന്നും ഇല്ല. ഞാനാ ശങ്കരനാ, കച്ചവടത്തിനല്ല, ഒന്ന് കാണാനാ. ആഹാ, എന്നാ മുറ്റത്തോടും കയറി പോര്. മോളെ, നീ ആ ചട്ടി ഒന്ന് അഴിച്ചോട്. അമ്മയും മോളും കൂടെ ഉറങ്ങാനുള്ള ഒരുക്കമാണ് അല്ലേ? ഞാൻ വന്ന ശല്യമായി. ഓ, അങ്ങനൊന്നും ഇല്ല. ഞാൻ വിളിച്ചപ്പോ എന്തോ തോന്നി, കള്ളു പിടിക്കാൻ വന്നതാണെന്ന് തോന്നി അല്ലേ? തലേന്ന് എഴുതാക്കടോ. അല്ലാതെ പിന്നെ ഷാപ്പിൽ വരുന്ന എന്തോനാ? പാലും വെള്ളം കുടിക്കാനോ? എന്നാ മറിയെ, ഞാനിപ്പോ വന്നേ അതിനല്ല. ദേ, ഇവളുടെ ഒരു കാര്യത്തിനാ. ഒരാൾ ഇവളെ കണ്ടു, അയാൾക്ക് ഇവളെ ഇഷ്ടമായി. നിങ്ങളൊന്ന് സമ്മതിച്ച 10 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും മേടിച്ച് ഇവക്ക് കൊടുക്കാം. കഷ്ടപ്പാടില്ലാതെ ഇവക്ക് ജീവിക്കാമല്ലോ. ആളാരാ? ഈ കടപ്പുറത്തുള്ള ആളാന്ന് തന്നെ വെച്ചോ. അല്പ കാശുകാരനുമാ. അതെ, അത് ആരാന്നാ ചോദിച്ചേ? അന്യരാരുമല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെ, ഗോപാല മുതലാളി. ഈശോ, അയാൾക്ക് കെട്ടികളും മക്കളും ഉണ്ടെന്നാണല്ലോ ഉണ്ട്, കേട്ടത്. അതിനെന്താ? അയാൾ ഇവിടെ കല്യാണം കഴിക്കുവോ? അതെങ്ങനാ മറിയെ? ഗോപാല മുതലാളി ആളിങ്ങനൊക്കെ ആണെങ്കിലും ജാതിയും മതവും ഉള്ളവനാ. ആ, കുറച്ചു നാൾ അയാളോടെ ജീവിക്കട്ടെ. പിള്ളേച്ചോ, എന്റെ മോള് ഗോപാല മോലാളിയുടെ വെപ്പാട്ടിയായിട്ട് ഈ കടപ്പുറത്ത് ജീവിക്കണം, ഇല്ലയോ? ആഹാ, ശരി, അവിടുന്ന് താനിനി ഇത് പറയാൻ ഈ വേലിക്കകത്ത് കയറി പോരുത്. മറിയെ, നീ എങ്ങനെയാണ് ജീവിച്ച നീ കടപ്പുറത്തിനറിയാം. അത് അറിയാവുന്നവരാരും നിന്റെ മോളെ കല്യാണം കഴിക്കത്തില്ല. ആരെങ്കിലും വന്നാൽ ഞങ്ങളോട്ട് സമ്മതിക്കത്തുമില്ല. വേണ്ടടോ, വേണ്ട. എന്റെ മോളെ ആരും കല്യാണം കഴിക്കണ്ട. ഞാൻ ഇവളെ കടലിൽ മുക്കിക്കൊല്ലും. എന്നിട്ട് കൂടെ ഞാനും ചാടിച്ചാവും. എന്നാലും ഞാൻ ഇവളെ ഈ കടപ്പുറത്തിന് കൊടുക്കത്തില്ല. എവിടെ വെളിയില് നട്ടപ്പാതിരേക്കൊരു കല്യാണാലോചന. മോളെ, നിന്നെ ആരും കല്യാണം കഴിച്ചെന്ന് വരില്ല. ഞാൻ അങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്. എന്നാലും എന്റെ മോളെ, നിന്നെ ഞാൻ ഈ കടപ്പുറത്തിന് കൊടുക്കില്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാനിവിടെ കിടന്ന് മരിക്കും. എന്റെ ശവം അടക്കാൻ പോലും നീ കാത്തു നിൽക്കരുത്. എവിടെങ്കിലും ഓടിപ്പോണം. ഓടി ഓടി എവിടെങ്കിലും പോയി രക്ഷപ്പെടണം. എല്ലായിടത്തും കടപ്പുറമുണ്ടമ്മേ, എല്ലായിടത്തും ആളുകളുണ്ട്. ശരിയാ മോളെ, എല്ലായിടത്തും ആളുകളുണ്ട്. ഓഹോ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അവളെ ഞാൻ എടുത്തോളാം. മുതലാളി എടുക്കണം. ആ എടുപ്പൊരു എടുപ്പമായിരിക്കും. ദേ, ഇന്നലെ മുതൽ എനിക്ക് ഇക്കാര്യം ഇത്തിരി വാശിയാ. വരട്ടെടോ, വരട്ടെ. തള്ളയും മകളും ഇവിടുന്ന് എങ്ങും ഓടിപ്പോകാൻ പോകുന്നില്ലല്ലോ. ഇനിയും സമയമുണ്ട്. ആ, എന്താ രാഘവ, ചട്ടമ്പി എത്തി? അത് മുതലാളി അറിഞ്ഞില്ലേ? ഓ, ഞാൻ കമ്പനി വിട്ടു. പുള്ളിക്കാരൻ ഇപ്പൊ ഒളിവില. പണ്ട് തല്ലിയവരൊക്കെ ചട്ടമ്പിയെ ഓടിച്ചിട്ട് തല്ല. എനിക്കാണെങ്കിൽ ആരോഗ്യം വളരെ കുറവാണ്. അതെ, അതെ, അതെ. ഞാൻ വരാം. ലിസി, നീ എവിടെ പോയിരുന്നു? അരി മേടിക്കാൻ. നീ പ്രായമായ പെണ്ണല്ലേ, എന്തിനാണ് ഇങ്ങനെ കടയിൽ പോകുന്നത്? അമ്മച്ചിക്ക് ഷോപ്പിൽ ജോലിയുണ്ട്. ദാ, ഒരു കുപ്പായത്തിന്റെയും പാവാടയുടെയും തുണിയാണ്. ഹാസാരിക്ക് ഒരു കഷ്ണം തുണി അതിലുണ്ട്. അതിന് നീളം സ്വല്പം കുറയും. കുപ്പായത്തിന്റെ തുണിക്ക് നീളം കൂടും. ഇതെനിക്ക് വേണ്ട, സുഹരയ്ക്ക് തന്നെ കൊടുത്തേക്കൂ. വേണ്ട, നീ തയ്പ്പിച്ചു. ഇതെന്റെ ഒരു ആശയാണ്. ആട്ടെ, നിന്റെ അമ്മച്ചിക്ക് സുഖം തന്നെയാണോ? സുഖമാണ്. അമ്മച്ചിക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചെന്ന് പറയണ്ട, നീ പൊയ്ക്കോ.